ആദ്യമായിട്ട് പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കി വെക്കുക. അന്നേരം നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് പ്രീമിയർ പ്രോ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കാൻ നേരത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ മുകളിൽ ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, ന്യൂ പ്രോജക്റ്റ്, ഇത് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഞാനൊരു നെയിം കൊടുത്തു, ന്യൂ വൺ എന്നാണ് ഞാൻ കൊടുത്ത നെയിം. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി പ്രോജക്റ്റ് സേവ് ചെയ്യുക. ഞാനിവിടെ ന്യൂ വൺ എന്ന് തന്നെയാണ് ഫോൾഡർ നെയിമും കൊടുത്തത്. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരും. ഇതുപോലെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ലോഗിലൊക്കെ ചെയ്യുമ്പം ജസ്റ്റ് റെക് 709 കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ്. കളർ മാനേജ്, ഓട്ടോ ഡിക്റ്റേറ്റ്, ലോഗ് ആൻഡ് റോ എന്നുള്ള ഓപ്ഷൻ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. വിശദമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ സ്കിപ്പ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇതാണ് പ്രീമിയർ പ്രോയുടെ മെയിനായിട്ടുള്ളൊരു പേജ്. ഇവിടെ വരാൻ നേരത്ത് ഫയലുണ്ട്, അതുപോലെ എഡിറ്റ് ഉണ്ട്, സീക്വൻസ് ഉണ്ട്, മാർക്സ് ഉണ്ട്, ഗ്രാഫിക്സ് ആൻഡ് ടൈറ്റിൽസ്, വ്യൂ, വിൻഡോ, ഹെൽപ്പ്. അതുപോലെ ഇപ്പുറത്ത് ഇത് നമ്മൾ തുടങ്ങിയ പ്രോജക്റ്റാണ്. ഇതിൻ്റെ ബിന്നിൻ്റെ ഫോൾഡറാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനിപ്പുറത്ത് അത് ഞാൻ വിശദമായിട്ട് നമുക്ക് വരാം. ഇതിനിപ്പുറത്ത് എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഫിലിം ആൻഡ് ഇമ്പാക്റ്റ് ഡാഷ്ബോർഡ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, എഫക്റ്റ് കൺട്രോൾ, ലൂമിറ്ററി കളർ, എക്സ്റ്റേണൽ സൗണ്ട്. താഴേക്ക് വരുമ്പം സെലക്ഷൻ വരുമ്പോൾ ഇതുപോലെ ഒരുപാട് ടൂളുകൾ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കാൻ നേരത്ത് ഇതുപോലെ ആയിരിക്കില്ല ഇതിൻ്റെ ഇൻ്റർഫേസ്, അവയിൽ പോലെ ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. അത് നമ്മൾ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇവിടെ റെക്റ്റാങ്കിൾ ടൂളുണ്ട്, അതുപോലെ ഒബ്ജക്റ്റ് മാസ്ക് ടൂളുണ്ട്, അതുപോലെ ഇവിടെ തന്നെ സൂം ടൂള്, ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് ടൂളുകൾ ഈ സൈഡിലുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബിന്നിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തെ പറയുന്നതാണ് ബിന്ന്. അതായത് ഇവിടെയാണ് നമ്മൾ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫയലൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഇമ്പോർട്ട് മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ഫയലോ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടുക. നമ്മൾ ആദ്യം ഏത് ക്ലിപ്പാണ് ടൈം ലൈനിൽ ഇട്ടത് ആ ക്ലിപ്പിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രോജക്റ്റ് സെറ്റ് ആവുന്നത്. ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ക്ലിപ്പ്. ഇനി നമുക്ക് ഈ ക്ലിപ്പിനെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്ലിപ്പ് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം പലരും ക്ലിപ്പ് കട്ട് ചെയ്യുന്നത്, ഇപ്പം ആദ്യമായിട്ട് ഒരാൾ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കാൻ നേരത്ത് നമ്മൾ കട്ട് ചെയ്യാനായിട്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോണത്. മിക്ക ആൾക്കാരും ഇത് റേസർ ടൂൾ എടുത്ത് വെച്ചിട്ട് ക്ലിപ്പിൻ്റെ ഇന്നും അതുപോലെ ഔട്ടുമാണ് കൂടുതലും കട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് ഒരുപാട് വഴിയുണ്ട്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ക്ലിപ്പിൻ്റെ ഇന്നും ഔട്ടും സെലക്ട് ചെയ്ത് റേസർ ടൂൾ വെച്ചാണ് പലരും കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ബി ആണ്, ബ്ലേഡ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഷോർട്ട് കട്ട് വെക്കാം. വേറൊന്നുമില്ല, കീബോർഡിലെ ക്യൂവും അതുപോലെ ഡബ്ല്യു. ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു വഴി. ഞാൻ വേറെ എന്ത് ചെയ്യാം, വേറൊരു ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടു. ഈ സെൻറ്ററിലൊരു സ്പേസ് കണ്ടോ, ആ സ്പേസ് മാറണമെങ്കിൽ അവിടെ ഒന്ന് മൗസ് കൊണ്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റോ ബാക്ക് സ്പേസോ അടിച്ചാൽ ഇതുപോലെ ക്ലിപ്പ് അടുത്തോട്ട് വരും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഡബ്ല്യു അടിച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു കട്ട് വേണം. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബ്ല്യു അടിച്ചാലും കട്ടാവും, അതുപോലെ ഇവിടെ നിന്ന് സി അടിച്ചാൽ ബ്ലേഡ് വരും, ബ്ലേഡ് ടൂൾ, റൈസർ ടൂൾ വരും. ഇവിടെ വെച്ച് ഇങ്ങനെയും എനിക്ക് കട്ട് ചെയ്യാം.
പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഇതൊന്നുമല്ല. ഇതല്ലാതെ നമുക്ക് വേറൊരു ഈസി ആയിട്ട് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് കൺട്രോൾ കെ. കൺട്രോൾ കെ അടിച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇന്നും ഔട്ടും ക്യൂവും ഡബ്ല്യു ഈസിയാണ്. അതുപോലെ ഇടയ്ക്കുള്ള കട്ടിങ്ങിന് കെയും കുറച്ചുകൂടെ ഈസിയാണ്. എന്നിട്ട് താണ്ടേ ഇങ്ങനെയായിരിക്കും ക്ലിപ്പിൻ്റെ അവസ്ഥ. ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ വേറൊരു ക്ലിപ്പും കൂടെ മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് താഴേക്കിട്ടു. എന്നിട്ട് ഡിലീറ്റ് കൊടുത്ത് അടുത്തേക്ക് വരുത്തി. അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലും കൺട്രോൾ കെ അടിച്ച് ഞാനൊരു കട്ടിട്ട് അതും ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ഇനിയെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ഈ ക്ലിപ്പിൻ്റെയും ഇൻ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തു. അത് ഡബ്ല്യു അടിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതാണ്ടേ ഇവിടം വരെ എനിക്ക് ക്ലിപ്പിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് ഇത് കുറച്ചും നീക്കി വെച്ചു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇതിനകത്തുനിന്ന് സ്പീഡ് കൂട്ടണം. കൺട്രോൾ ആർ അടിച്ചാൽ സ്പീഡ് കൂട്ടാം. കൺട്രോൾ ആർ. എന്നിട്ട് ഞാൻ ഇതിനൊരു 75 അല്ലെങ്കിൽ 70 സ്പീഡ് കൊടുത്തു. ഇപ്പോൾ ദാണ്ടേ സ്ലോ ആയിട്ടുണ്ട് കുറച്ച്. കണ്ടോ? ക്ലിപ്പ് ഓക്കെ ആയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ എഫക്റ്റ് വരുന്നു. എഫക്റ്റ് വരാൻ നേരത്ത് ഇതിൽ വീഡിയോയ്ക്ക് ട്രാൻസിഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ട്രാൻസിഷൻസ് ഉണ്ട്, വീഡിയോയ്ക്ക് എഫക്റ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. നമുക്ക് അതും വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതായത് ഇന്നിപ്പം ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു ചെറിയ ക്ലാസ് മാത്രമേ ഉള്ളൂ, എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. ഇതാണ്ട ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ എഫക്റ്റ് പാനലിലുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലുള്ള വീഡിയോ ട്രാൻസിഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് ഫിലിം ഡിസോൾവ് എന്ന് പറയുന്നൊരു ട്രാൻസിഷൻ വലിച്ച് ക്ലിപ്പിലേക്ക് ഇട്ട് എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി. ഇപ്പം നോക്കി ഡിസോൾവ് ഇട്ടപ്പം കുറച്ച് ആ ക്ലിപ്പിൻ്റെ ഒരു ഇച്ചിരി ഭംഗി വന്നില്ലേ കാണാൻ. എന്നിട്ട് ഞാനത് എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. വേറൊന്നുമല്ല, 2 ക്ലിപ്പും കൂടെ സെലക്ട് ചെയ്തിട്ട് ഫിലിം ഇമ്പാക്റ്റ് ഡാഷ്ബോർഡിൽ നിന്ന് ഡിസോൾവ് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു. അപ്പം നാണ്ട ഇതുപോലെ വരും. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഇതുപോലെ ഡിസോൾവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ക്ലിപ്പിലും ഇതാവും. ഇതിപ്പം ബേസിക്കായിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പം നമുക്ക് വിശദമായിട്ട് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എഫക്റ്റ് ആഡ് ചെയ്യുന്ന. അതുപോലെ തന്നെ എഫക്റ്റ് കൺട്രോളിൽ ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ ഈ എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എഫക്റ്റ് കൺട്രോളിൽ അറിയാൻ പറ്റും. നമ്മളെടുക്കുന്ന എഫക്റ്റ് ആയാലും അതുപോലെ ക്ലിപ്പിൻ്റെ ഫുള്ള് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എഫക്റ്റ് കൺട്രോളിലാണ്. അപ്പം നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു പാനലാണ് എഫക്റ്റ് കൺട്രോൾ. പ്രീമിയർ പ്രോവിൻ്റെ ഒരു ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് എഫക്റ്റ് കൺട്രോളിനെ പറയാം. ഇനി ഞാനൊരു ന്യൂ ബിൻ ക്രിയേറ്റ് ചെയ്തു, ഓഡിയോ എന്ന് റീനെയിം ചെയ്തു. എന്നിട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഓഡിയോ ക്ലിപ്പ് ബിന്നിൽ കൊണ്ടുവന്നതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഓഡിയോ ലെയറിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ വലുതാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി മുന്നോട്ടുള്ള ക്ലാസ്സിൽ എന്തായാലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്ത് വേണമെന്നുള്ള ഭാഗം ഒന്ന് ഓഡിയോ കൺട്രോൾ കെ അടിച്ച് കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പം വേണ്ടാത്ത ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇതാണ് ഓഡിയോ. ഇതാണ്ടേ ഇതിൽ ഞാൻ നേരത്തെ ട്രാൻസിഷൻ എല്ലാം ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ഒരു കട്ട് ചെയ്ത് ഞാൻ വീണ്ടും ഒരു ട്രാൻസിഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി. ഇനി 2 ക്ലിപ്പും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് പ്രീമിയർ പ്രോയിൽ നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ലൂമിട്രി കളർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.